അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. ബഹുമാനനായ അധ്യക്ഷൻ ഷിഹാബ് പൂക്കോട്ടൂർ, ഈ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പി മുജീബുർ റഹ്മാൻ, വേദിയിൽ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയിരുന്ന കെ മുരളീധരൻ മുൻ MP, പ്രഭാഷണം നടത്തിയ PT റഹീം MLA, എഞ്ചിനീയർ P മുഹമ്മദ് കോയ, വേദി സന്നിഹിതരായിട്ടുള്ള റസാഖ് പാലേരി, VH അലിയാർ കാസിമി, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, ഡോക്ടർ VPC ഉബൈദ്, മറ്റു വേദിയിലും സദസ്യരും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നാം ഇന്നിവിടെ ഇന്നത്തെ ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ് വഖഫ് സംബന്ധമായിട്ടുള്ള പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലും അത് JPCക്ക് വിട്ടുകൊടുത്തില്ല ഒന്നുകൂടെ. ഈ വഖഫ് ഭേദഗതി UPA ഗവൺമെൻറ്റിൽ റഹ്മാൻ ഖാൻ മിനിസ്റ്ററായിരുന്ന സമയത്ത് JPCയൊക്കെ രൂപീകരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മുസ്ലിം സംഘടനകളെയും നേരിൽ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് കേട്ട് അതിനനുസൃതമായ രീതിയിലുള്ള ഒരു ഭേദഗതി 2013 അവതരിച്ച ഭേദഗതിയിലാണ് ഇപ്പോൾ വഖഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ BJP ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഒരു ഭേദഗതിക്കും അല്ലെങ്കിൽ ആ നിയമം തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ അത് സംഘപരിവാറിൻ്റെ ഹിഡൻ അജണ്ടയായിട്ടാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. വഖഫിന് സുതാര്യമായ നിയമം ഇന്ന് നിലവിലുണ്ട്. ഈ വഖഫ് ഡീഡിൽ അല്ലെങ്കിൽ വഖഫിൻ്റെ ആ രേഖയിൽ അതിൻ്റെ അവകാശികൾ, അതിൻ്റെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ആരാണെന്നുള്ളത്, അത് എന്ത് ഉദ്ദേശത്തിനാണ് ചെയ്തിട്ടുള്ളതെന്ന് അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചെയ്യുന്ന ആളുകളുടെ, അത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് രേഖാമൂലം അത് രേഖപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാമിച്ചുകൊണ്ടാണ്. പള്ളിയായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥാപനങ്ങളായിരിക്കാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നുമല്ലാതെ വഖഫ് യൂസറുണ്ട്. കാരണം രേഖയൊന്നും ഉണ്ടാവില്ല, ഡോക്യുമെൻ്റ് ഒന്നും ഉണ്ടാവില്ല, ഡീഡൊന്നും ഉണ്ടാവില്ല. അത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, പള്ളിയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. രേഖ ഉണ്ടാവില്ല, പക്ഷേ വഖഫായിട്ട് പള്ളിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി, അതൊക്കെ തട്ടിമാറ്റി എടുത്തു കൊണ്ടുപോവുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാവും ഒരു പക്ഷേ. അങ്ങനെ പല ഹിഡൻ അജണ്ടകളും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിക്കാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഖഫ് ഭേദഗതി നിയമത്തിലുള്ളത്. നമുക്കായിട്ട്, മുസ്ലിങ്ങൾക്കായിട്ട് ചെയ്ത പല വഖഫാണിത്. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും പള്ളി അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ അപഹരിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിയമം മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നാം ഒറ്റക്കെട്ടായിരിക്കണം പോരേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം. ഇപ്പോൾ JPC ഉണ്ടാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. JPC ഓരോ സംസ്ഥാനത്തും അതാത് മുസ്ലിം സംഘടനകളെ, എല്ലാ സംഘടനകളെയും കേട്ടിട്ട് അതിനൊരു അഭിപ്രായ രൂപീകരണം എടുത്താൽ മാത്രമേ നടക്കുള്ളൂ. JPC അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് നിയമം ഉണ്ടാക്കിയാൽ കാര്യം നടക്കാൻ പാടില്ല. നമ്മളോട് ചോദിച്ചു, ഓരോ ആളുകളോടും കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ എല്ലാ മുസ്ലിം സംഘടനകൾ കണ്ടിട്ട് അവരൊക്കെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമല്ലേ പറ്റുള്ളൂ. അതല്ലാതെ ഒരു നിയമം പാസ്സാക്കി നമ്മുടെ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ വഴിയില്ല, നമുക്ക് പറ്റുന്ന ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നമുക്ക് പരസ്പരം ഒരുമിച്ചിരുന്ന് പോരാടണം, എങ്കിലേ അത് വിജയം കാണുകയുള്ളൂ. അതല്ലാതെ മറിച്ച് ഭിന്നിച്ച രീതിയിൽ അല്ലെങ്കിൽ വല്ല ധർണയും മറ്റും നടത്തിക്കൊണ്ടെന്ന് ചിലപ്പോൾ ഓരോരുത്തർ സംഘടനകൾ നടത്തിക്കൊണ്ട് നമ്മുടെ ശക്തി തെളിയിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ശക്തി തെളിയിച്ചാൽ നമുക്ക് വിജയത്തിലെത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളുടെ വൈകിയ പള്ളിയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.